ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയണ്ടാവും, തിരുവാതിരയാണ്. അപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വ്രതം നോക്കാറ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ തിരുവാതിര ദിവസം ചെയ്യും, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും കാണാൻ റെഡിയല്ലേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. തിരുവാതിര ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നീച്ചു, അരിക്കുന്ന നേരത്തെ തന്നെ ഡ്യൂട്ടിക്കും പോകണം. നീച്ച് നേരെ തന്നെ പോയി കുളിച്ച്. അപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് മാത്രമല്ല, ന്യൂ ഇയർ കഴിഞ്ഞ ശേഷം ഇപ്പോൾ രാവിലേക്കാക്കി കുളി. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയാം. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ വേഗം കിച്ചണിലേക്ക് കയറി. കാരണം കൂടുതൽ സമയമില്ല. കാരണം ഹരിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കീൻവേൻ്റെ ഉപ്പുമാവാണ്. കുക്കിംഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല. നമ്മൾ നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. അരിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഡിഷ് വേണം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് സോയാബീനും പൊട്ടാറ്റോവും കൂടി കൂട്ടിയിട്ടൊരു ഡ്രൈ ആയിട്ടൊരു ഐറ്റം കേട്ടോ. അപ്പോൾ രണ്ടും റെഡിയായി ഹരിക്കിനി കൊണ്ടുപോയി കൊടുക്കാം. ചായ ഒന്നും ഇല്ലാത്തത് ഇവിടെ ചായശീലം കുറവാണ്. എന്താണ് ഒന്ന് കഞ്ഞാണി? ഉപ്പായൊക്കെ ഇട്ടിട്ട് ചക്കര കുട്ടനാണ്, നമ്മുടെ ചക്കര കുട്ടനാണ്. ചക്കര കുട്ട. എൻ്റെ കുട്ടി രാവിലെ നേരത്തെ നീച്ച് പ്രഭാതകർമ്മമൊക്കെ സാധിക്കാൻ വേണ്ടി പോണ സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. പോണ പോക്ക് കണ്ടില്ലേ? കുപ്പായമാല പോണതാ, കുപ്പായമാല. കം ഏതായി ചുണ്ടരേ, ഏതായി മയക്കേ. ഇത് വാ, കുപ്പായൊക്കെ ഇട്ടിട്ട് കുപ്പായൊക്കെ പൊന്തിച്ചെടുക്കട്ടെ. അമ്പോ കൊട്ടി കുപ്പായൊക്കെ ഇട്ടിട്ട് വേഗം. എൻ്റെ കുട്ടിക്ക് തണുപ്പാണ്, അതുകൊണ്ട് കുപ്പായൊക്കെ ഇട്ടിട്ടാണ്. അമ്പോ അമ്പോ കല്ല് പെറുക്കിയ. ഞങ്ങൾ അമ്പൂന് തിരുവാതിര ഒന്നുമില്ല, അതുകൊണ്ട് മുട്ടയും പെഡിഗ്രിയാണ് കഴിക്കുന്നത്. അമ്പോ 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 അമ്പോ. എനിക്കും അമ്മയ്ക്ക് ചപ്പാത്തിയാണ്. അപ്പം അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം അമ്മ പറഞ്ഞു അമ്മ ഉണ്ടാക്കിക്കൊണ്ടേന്ന്. ഈ വീട്ടിൽ നിന്ന് ഏകദേശം 15-20 മിനിറ്റ് നടക്കാനുണ്ട്. പിന്നെ കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം അമ്മ അതുകൊണ്ട് നടക്കാനുള്ളതുകൊണ്ട് വരുന്നില്ലായിരുന്നു. അപ്പം ഞാനും അജിതേച്ചിയും കൂടിയാണ് പോയത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് അന്നശ്ശേരിക്ക് പോകുന്ന ഷോർട്ട് കട്ട് ഈ ഒരു മല കയറിയിട്ട് ഇറങ്ങണം. അതിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന റോഡാണിത്. ഇതാണ് അജിതേച്ചി. അജിതേച്ചിനെ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, എൻ്റെ എല്ലാ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അജിതേച്ചിൻ്റെ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അപ്പോൾ ഒരു പണ്ട് കുറേ പോയിരുന്ന അമ്പലമാണ്. ഈ തവണ ഈ അമ്പലത്തിൽ പോയാലോ എന്ന് പ്ലാൻ ഇട്ടത് അജിതേച്ചിയാണ്. അതുകൊണ്ട് എനിക്കും ഈ അമ്പലം ഒന്ന് കാണാനായി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അജിതേച്ചിയാണ് ഈ അമ്പലമൊക്കെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എത്ര കൊല്ലമായിട്ട് അറിയാം? 13 വർഷമായിട്ട്. ഇവിടെ വർഷമായിട്ട് വരുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്? അടുത്തായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചത്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? ഇപ്പോൾ 1 വർഷവും 4 മാസവും. അപ്പോൾ ഇനിയിപ്പോൾ അജിതേച്ചിക്ക് ഈ ഏരിയത്തെ ആൾക്കാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ കയറാൻ ഞങ്ങൾ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കൂടി കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരുവാതിര എടുത്തില്ല നിങ്ങൾ? പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കണം. വീട്ടിൽ ശേഷം ഉണ്ടാക്കണം. പൊന്നെടുത്തില്ല? ഇല്ല, പൊന്നെടുത്തില്ല. ഇപ്പം ഓഫീസ് ഇപ്പോൾ ഉള്ളതുകൊണ്ട്. പൊന്നെ അടുത്ത കൊല്ലേക്കില്ലേ മറക്കാൻ വേണ്ടിയിട്ട്? ഗണേശേട്ടൻ കൂടുമോ അതിൽ? ഗണേശേട്ടൻ ഇഷ്ടമാണ് എടുക്കാനൊക്കെ. ചേച്ചി ആദ്യം താമസിച്ചിരുന്ന ആ ഒരു ഏരിയയിലൊന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആദ്യം വന്നത് ഈ വീട്ടിലേക്കാണ്. ആദ്യം അവർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരാണ്. അവർ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. നല്ല രസമുള്ള ഒരുപാട് നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ അജിതേച്ചിക്കൊന്ന് ഓർമ്മകൾ അയവർക്കും ചെയ്യാമല്ലോ. ഇതാണ് 2 വർഷം ഞങ്ങൾ താമസിച്ച വീട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ വേറൊരു വീട്ടിലും കൂടി കയറിയ ശേഷം ഞങ്ങൾ ഇറങ്ങി.
പിന്നെ ഞങ്ങൾ നേരെ പോയത് പുഴുക്കിനുള്ള സാധനം വാങ്ങാനും പഴം വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് തുറന്നുകൊണ്ട് ഞങ്ങളവിടെ കയറി. തിരുവാതിര ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഞങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി. വീട്ടിൽ വന്നുള്ള പ്രഹസനമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ, ഞാനും അജിതേച്ചും കൂടിയാണ് പോയത്. അപ്പോൾ രാവിലെ ഇതൊന്നും പറയാൻ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് വന്ന ശേഷം പറയാം. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള മതിലക ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ അജിതേച്ചിനെ വിളിച്ചപ്പോൾ അജിതേച്ചി പറഞ്ഞു നമുക്കിവിടെ അന്നശ്ശേരിയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അജിതേച്ചിക്ക് ഭയങ്കര ടച്ചായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ അജിതേച്ചി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലം അവർക്ക് അത്രയും ക്ലോസാണ്. അപ്പോൾ ഈ തവണ അവിടെ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇതുവരെ കണ്ടില്ല. അപ്പോൾ അയ്യപ്പ ക്ഷേത്രം ഇവർ പറഞ്ഞ് കേട്ടിട്ട് ഇന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ പുഴുക്ക് വെക്കാൻ പോണത് കായ, കൂർക്കൽ, ചേമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, പൂള. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങൾ പുഴുക്കുണ്ടാക്കുന്നത്. അമ്മ മുറിച്ചേരാണ്, ബാക്കി കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്യൂ. പിന്നെ അത് മമ്പയർ തലേ ദിവസം കുതിർത്താത്തോണ്ട് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കൂവ വിരക. അപ്പം ഞങ്ങളും കൂവ വിരകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം കൂവ വിരകാനാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് കൂവ പായസമാക്കാൻ. അങ്ങനെ കൂവ പായസമൊക്കെ റെഡി ആയിട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ആദ്യം തന്നെ വ്ളോഗാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെന്തായാലും കാണണേ. ഇതാണ് എൻ്റെ കൂവ പായസം. കാണാൻ നല്ല സ്റ്റൈലല്ലേ. കുറച്ച് പായസം നമുക്ക് അജിതേച്ചിക്കും കൂടി കൊടുക്കാം. ഞങ്ങളാരും വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മുകളിൽ പോയിട്ട് ഇരിക്കുകയാണ്. വിളിച്ചിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. എന്താ ജാടാ, ഇനി സോപ്പിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇത് അമ്മയ്ക്കുള്ള ഗോതമ്പ് കഞ്ഞിയാട്ടോ. അപ്പോൾ പുഴുക്കിനുള്ള ഒക്കെ അമ്മ അരിഞ്ഞെന്ന് ഇനി ഞാൻ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ തെറ്റിലാണ്. ഇവിടെയൊക്കെ എന്തിനാ എൻ്റെ കുട്ടി തെറ്റിൽ പുഴുക്കുണ്ടാക്കുന്ന പരിപാടിയിലാണ്. പുഴുക്കതാ ഏകദേശം കുക്കറിൽ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതാവണം. വീട്ടിൽ വന്ന ശേഷം ബാക്കി പരിപാടികളൊക്കെ നോക്കണം. കേൾക്കണ്ട നിങ്ങൾക്ക്? അപ്പോൾ എൻ്റെ ചുണ്ണിമോൻ വന്നിരിക്കണേ. അമ്പാൻകുഞ്ഞിനെ കാണണ്ടേ. തിരുവാതിര ദിവസത്തിൽ കുളിക്കൊന്നുമില്ല ഞങ്ങൾ. അമ്പു എന്തിനാ തെറ്റിൽ വെച്ചാൽ തലേ ദിവസം ഞാനും ഹരിയേട്ടനും അമ്മയും കൂടെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നു. ആ വീഡിയോൻ്റെ ഇടയിൽ ഞങ്ങൾ അവനെ കെട്ടിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ കളിക്കണം, ഞങ്ങളൊക്കെ മടി കയറി മറയണം. അതൊക്കെയാണ് അമ്പാൻ്റെ മെയിൻ ഉദ്ദേശം. എൻ്റെ സാധനം ഞാൻ പാട്ടാക്കട്ടെ. തുടക്കത്തിലൊക്കെ ഞങ്ങളെ അമ്പു അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് അല്ല, ഭയങ്കര ഇമോഷണൽ അല്ല. ഇപ്പോൾ പക്ഷെ ആൾ മാറി. നോക്ക്, എപ്പോൾ പോയാലും ഇമ്പളെ കാലിൻ്റെ ഒട്ട് ഇമ്പളെ ബാക്കിൽ. അപ്പോൾ എപ്പോൾ പോയാലും നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. ഇപ്പം തന്നെ കാണിച്ചു തരട്ടെ എവിടെയാന്ന്. ഓക്കെ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മൂപ്പര് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിലൊക്കെ മെയിൻ ആളാവാനും നമ്മളെ കൂടെ കൂടാനൊക്കെയാണ് നമ്മളെ പിന്നാലെ അങ്ങനെ നടക്കണം. നമ്മളിങ്ങനെ മാറ്റി നിർത്തിയത്, ഇപ്പോൾ മാറ്റി നിർത്തണമെന്ന് മൂപ്പർക്ക് പറ്റില്ല. അതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ മാറ്റി നിർത്തിയതല്ല, ഇതിനിടയിൽ ഒരു ഭയങ്കര അലമ്പായപ്പോൾ കൊണ്ടേ കെട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കില്ല, തുപ്പിക്കളയാം. നിങ്ങളും പറ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ ഡോഗിനുണ്ടോ? ഉണ്ടാവേക്കും. ഞങ്ങളെ ക്യാൻഡിക്ക് ഇങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇത് കുറച്ച് ഇമോഷണൽ ഡ്രാമ കിങ്ങാണ്. ഡ്രാമ ക്യൂ എന്ന് പറയാൻ പറ്റില്ല, ഡ്രാമ കിങ്ങാണ്. ഡ്രാമ കിങ്. അമ്പോ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതുകൂടി കാണിച്ചു കൊടുക്കട്ടെ അമ്പു? അതും കൂടി കാണിച്ചു കൊടുക്കണേ. ഞങ്ങളമ്പു എത്ര നല്ല ഒരു മാസമായില്ല എൻ്റെ ചെരുപ്പ്, വീട്ടിലിടുന്ന ചെരുപ്പ്. അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതെന്താ അമ്പു? ഇതെന്താ? അതന്നെ കേട്ടോ. മനസ്സിലായില്ലേ? എപ്പോഴും ഇങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോഗാണ് പഗ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കർ ഡ്രാമ കിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ പഗ്ഗിനെ വാങ്ങിക്കോളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം, ഇങ്ങോട്ടും കൊണ്ടുപോകണം. ഇങ്ങനെ ഷാഡോ പോലെ ഇങ്ങനെ നടക്കും. ഇവൻ ശരിക്കും ഷാഡോ എന്നായിരുന്നു പേരിടേണ്ടി വരും. എന്താ പൊന്നെ, അക്രമം ഒന്ന് നിർത്തുക പൊന്നെ. എൻ്റെ കൊട്ടി എന്താണ്, എൻ്റെ കൊച്ചു മണിയാണ്. ഡ്രാമ പുഴുക്കിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജായി. ഇനി വറവും കൂടി ഇട്ടാൽ ഞങ്ങൾ സ്വാദിഷ്ടമായ പുഴുക്ക് റെഡി.
ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അങ്ങനെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാമായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. വൈകുന്നേരം അമ്പലത്തിൽ ചുറ്റുവിളക്കുണ്ട്. ആ ചുറ്റുവിളക്കിന് പോകാനുള്ള ഷോ ആണ് നിങ്ങളീ കാണുന്നത്. ഞാനും അജിതേച്ചും പൊന്നും കൂടെ രാവിലെ പോയ അന്നശ്ശേരി ക്ഷേത്രത്തിൽ വീണ്ടും പോവാണ്. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അവിടെ ഇന്ന് ചുറ്റുവിളക്കുണ്ട്. അവിടെ കത്തിക്കാനൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കമ്പനിയായ സ്ഥലമായതുകൊണ്ട് അജിതേച്ചിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോവാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്ന ശേഷം ഒരു ചുറ്റുവിളക്കിലൊക്കെ പങ്കെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. വൈകുന്നേരം കുളിച്ച് ഒരുങ്ങി വീണ്ടും പോവാണ്. ഇവിടെ എത്തി കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോവാണ്. ഇതാണ് ദിവാകരേട്ട് ഇവരെ വകയാട്ടോ ഒന്ന് ചുറ്റുവിളക്ക്. ചുറ്റുവിളക്കാണ്. ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി. താങ്ക് യു. വിളമ്പി തരുന്നൊക്കെ വേണ്ടേ? നടന്നോളി. ചുറ്റുവിളക്ക് ചെയ്യുന്ന ആളെ വക പ്രസാദം ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാണിക്കുന്ന ആളുകളൊക്കെ ഈ അമ്പലത്തിന് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പ്രസാദമായിട്ട് ഉപ്പുമാവും പിന്നെ അവിടുത്തെ പായസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആട്ടോ എല്ലാ കാര്യങ്ങളും പ്രസാദത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. പണ്ട് തൊട്ടേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പ്രധാന ദിവസങ്ങളിലൊക്കെ നമുക്ക് നോലുമ്പെടുക്കുക, അതിന് ചിട്ടവട്ടങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അമ്പലത്തിൽ വരാനും പ്രാർത്ഥിക്കലും ഒന്നും നടക്കാറില്ല മിക്കപ്പോഴും. ഈ തവണ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 2 നേരം അമ്പലത്തിലും പോകാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ പ്രസാദം കഴിക്കാനിരുന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവും പിന്നെ പായസവും പിന്നെ നല്ല ചൂട് കാപ്പിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 8-8:30 ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വേഗം വീട്ടിലെത്തി. അമ്പലത്തിലൊക്കെ പോയി വന്ന് അമ്പലത്തിൽ നിന്ന് ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല. അമ്പാൻസ് ടൈമാണിപ്പോൾ. അമ്പാൻസ് ടൈം മുകളിലേക്ക് അമ്പാനായിട്ട് വന്നതാണ്. അമ്പാന് ഈ സമയത്ത് പ്ലേ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒരു ½ ആൻ അവറൊക്കെ ഇവിടെ വന്ന് ഒന്ന് തിരിഞ്ഞളിക്കും. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാനുള്ള സമയത്ത് എക്സസൈസ് ചെയ്യും. പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.